ഗൈസ് വെൽക്കം ബാക്ക്. മൈൻക്രാഫ്റ്റിൻ്റെ പുത്തൻ പുതിയൊരു ദിവസത്തേക്ക് നോക്കണം. അപ്പോൾ ഗൈസ് ഇത് നോക്കണ്ട, ഇത് നമ്മളുടെ പുതിയ സവാരി യന്ത്രം കഴുത. എന്തോ പേരിടും ഞാൻ, ഒന്നാമതൊരു കഴുതയാണ്. അപ്പോൾ കഴുത സുമേഷ്, നല്ല പേര് കഴുത സുമേഷ്. ചേട്ടൻ പോയിട്ട് വരാം. കഴുത സുമേഷ് ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോണം. ഓ പട്ടി, ഒരു പന്ന പട്ടിയായി. ഞാൻ ഡോർ ഓർക്കാതെ പുറത്തു വന്നു. വാവ്, ഞാൻ മജീഷ്യനായി. ഓക്കെ, വില്ലേജൊക്കെ കണ്ടിട്ട് എത്ര ദിവസമായി. ഈ മൈൻക്രാഫ്റ്റ് കളിച്ചില്ല. അന്ന് ഈ മൈൻക്രാഫ്റ്റ് ടച്ച് വിട്ടു. ടച്ചോ? ഓക്കെ എടാ, ഞാൻ വെട്ടുന്നത് വിത്തയിനാവുക. അങ്ങനെ ഉണ്ടോ? അപ്പം എനിക്ക് വിത്തൊക്കെ കിട്ടി. ഫാർമിന് പറ്റിയ സ്ഥലം വേണ്ടേ? ഇവിടെ എൻ്റെ ഫാർമൊക്കെ ഉണ്ടാക്കണം. അതിന് മുന്നേ നമുക്ക് ഇവിടെ ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. നമുക്ക് തോണ്ടൊരു പൂച്ച. എടാ വില്ലേജർ, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? ഓളടാ ആണ്. എന്തോ എന്തൊക്കെ പറയുന്നു? നീ എന്താടാ വാളൊക്കെ പിടിച്ചിട്ട്? അന്ന് നീ അറിയണ്ട, നീ ഓടാ. അല്ല പിന്നെ അങ്ങനെയൊക്കെല്ലാം അറിയണം. എടാ, എൻ്റെ വാള നീ നന്നാക്കി തന്നെ. അയ്യോ, നോക്കണം. ഓക്കെ, നമുക്ക് ഇവൻ്റെ കൊടുത്ത് വാള് നന്നാക്കാം. ഇതെന്തോ വാളാ? ഒന്നുമില്ല. അയ്യോ, രാത്രി ആവാറേ. കണ്ടം വഴി ഓടിക്കൂ. വെറുതെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എൻ്റെ വീട് എവിടാ? അയ്യോ, എൻ്റെ വീട് കാണുന്നില്ല. നാട്ടുകാർ ഓടിപ്പോയോ? എൻ്റെ വീട് ഇവിടെ നിന്ന് കാഞ്ഞു പോയേ. അയ്യോ, പെട്ട് എൻ്റെ അയൺ ആർമർ പെട്ട്. ഊമ്പിയടാ ഊമ്പി. എൻ്റെ അയൺ ആർമർ ഞാനും പെട്ടേ. അയ്യോ, കണ്ടമ്പഴി ഓടിക്കോ കണ്ടമ്പഴി. തോണ്ടെൻ്റെ ഹൗസ്. എടാ പെട്ടെന്ന് ഓടിക്കോ കണ്ടമ്പഴി. അല്ല, ഇപ്പോൾ ഉള്ള ക്രീപ്പറും മറ്റേ സോംബീസ്, സ്കെലിറ്റൻസ് എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനൊന്നും വയ്യ. കണ്ടമ്പഴി ഓടിക്കോ. ഇതാരാണ് ഇത്ര വലിയ കുഴി ഇവിടെ കൊണ്ടുവച്ചത്? ഒരു അളിഞ്ഞ കുഴിയായിപ്പോയി. ഞാനിപ്പോൾ അതിനകത്ത് വീണതിൻ്റെ കണ്ടമ്പഴി. ഓടിക്കോ കണ്ടമ്പഴി. എൻ്റെ അടുത്ത് തന്നെ ഒരു കേവുണ്ട്. ഗുണ കേവാണ് ഗൈസ്. അത് ഗുണ കേവ്. അത് നേരത്തെ സുഗണൻ കേവായിരുന്നു. നമ്മൾ ഗുണ കേവ് എന്ന് പേരിട്ട്. ഓക്കെ, ഞാൻ വന്നടാ പട്ടികളെ. ഓക്കെ, സോറി പട്ടികളെ ഒന്ന്. കഴുതക്കുമാർ അവിടെ മടങ്ങി ഒതുങ്ങി നിന്നോണം. ഓ, ഇത് ശബ്ദം കേട്ടിട്ട് എന്തോ പോലെ. ഓക്കെ കഴുതക്കുമാറേ, ഞാൻ പോകുന്നു. ചേട്ടൻ പോയിട്ട് വരാം. രാത്രി ആയതുകൊണ്ട് പേടിച്ച് വന്നതാണ്. ഓക്കെ, ഇന്നെങ്കിലും കുറച്ച് അയണും കൂടെ കണ്ടുപിടിക്കണം എനിക്ക്. അപ്പോൾ ഓടി പോയിട്ട് കുറച്ച് അയണും കൂടെ കണ്ടുപിടിച്ചിട്ട് വരാം. അതുകൊണ്ട് സോമ്പി മച്ചാമാരി അമ്മമാരൊന്ന് തട്ടിയേക്കാം. വാടാൻ മച്ചാനെ. തല ഒരു സമയം കിട്ടുന്നില്ലടാ. ഓക്കെ, അതുകൊണ്ട് ക്രീപ്പർ മച്ചാൻ അങ്ങോട്ട് ചെന്നാൽ ക്രീപ്പർ മച്ചാൻ പൊട്ടിത്തെറിക്കും. ക്രീപ്പർ മച്ചാനെ ബാ. ക്രീപ്പർ മച്ചാൻ പൊട്ടിത്തെറിക്ക്. ക്രീപ്പർ മച്ചാ, വാട്ടേ ബോംബ് ബ്ലാസ്റ്റിക്ക്. പക്ഷെ ഒരെണ്ണം മാത്രം ചത്തില്ല. എന്നാ പിടി. രണ്ടീന്നും പുറകിൽ ആരും ഇല്ലല്ലോ ഗൈസ്. ക്രീപ്പർ മച്ചാൻ ഉള്ളതുകൊണ്ട് നല്ല സഹായമാണ് ഗൈസ്. സോംബി എല്ലാം ചത്തു നോക്കോളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനിയപ്പോൾ നമുക്ക് ഒരു ഹെൽമെറ്റ് കൂടെ ഉണ്ടാക്കാനുള്ള അയൺ കിട്ടിയാൽ മതി. പണ്ടെങ്ങാണ്ട് ഞാൻ ഇവിടെ നിന്ന് കുഴിച്ചപ്പം എനിക്ക് അയൺ കിട്ടിയടാ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഹെൽമെറ്റിൻ്റെ അയണും കിട്ടുമായിരിക്കത്തില്ലേ? ഞാൻ പിക്കാസ് എടുക്കുമ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ കുഴിച്ച് പോന്ന്. ഓക്കെ, ദണ്ടൊക്കെ കിട്ടുന്നുണ്ട്. ഏത് സ്ഥലത്താടാ ഞാൻ വന്ന് പെട്ടേ? എന്തായാലും കുഴപ്പമില്ല, ഇവനോട്ട് ഫൈറ്റ് ചെയ്യാം. അവിടെ നിൽക്കടാ. അവിടെ അവൻ അങ്ങോട്ടാടാ പോയത്? എടാ പേടി തോന്നടാ. പക്ഷെ അവിടെ എനിക്കൊരു അയൺ കാണാൻ പറ്റുന്നുണ്ട്.
മച്ചാനെ ഊമ്പി ഊമ്പി ഊമ്പി. കല്ലെടുക്ക്. മനുഷ്യൻ്റെ ജീവൻ പോയി കുറച്ച് നേരത്തേക്ക്. അങ്ങനെ എൻ്റെ വില്ലേജ് എന്തുവാടാ ഇത്? മനുഷ്യരിപ്പോഴാണ് ജീവൻ വീണ്. കാര്യം നമ്മളെ മച്ചാന്മാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. മച്ചാന്മാരെ ഞാൻ തിരിച്ചെത്തി. എടാ പക്ഷെ ഒരു ആഴണം അവിടെ ഇരിപ്പുണ്ടായിരുന്നടാ, വെറുതെ മിസ്സാക്കി. മച്ചാനെ എന്തൊക്കെ ഉണ്ട്, സുഖമല്ലേ? നമുക്ക് മറ്റേ കേവിനകത്തോട്ട് ഇറങ്ങി ചെന്നിട്ട് വല്ല ആഴം കിട്ടാൻ സാധ്യത ഉണ്ടോ നോക്കിയിട്ട് വരാം. പിന്നെ ചത്താലും പ്രശ്നമില്ല. എപ്പോഴാണ് കേസ് ഒരു കാര്യം ഓർത്ത്, ചത്താലും പ്രശ്നമില്ല, നമ്മളതിലുള്ള സാധനമൊന്നും കയ്യിൽ നിന്ന് പോകത്തില്ല. നമ്മളപ്പോൾ എന്തോന്നാ ഇട്ടേക്കുന്നേ? എന്തുവാ എന്താ നമ്മളെ സ്റ്റോറേജ് നമ്മൾ ചത്താലും നമ്മളെയുള്ള സാധനം പോകത്തില്ല. ഇപ്പോഴാണ് ആ കാര്യം ഓർത്തത്. ഞാൻ ഇത്ര നേരം വെറുതെ ആ അയൺ കൊണ്ട് കളഞ്ഞു. എന്തായാലും ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. അങ്ങോട്ട് പോയാൽ എനിക്കാണെങ്കിൽ അവിടുത്തെ ശബ്ദമൊക്കെ കേട്ടിട്ട് പേടിയായിരുന്നു. പിന്നെ ഇവിടെ ഇനി സോംബീസൊന്നും ഇല്ല. കാര്യം ഞാനാണെങ്കിൽ ഉള്ള സോംബീസിനെയും ക്രീപ്പേഴ്സിനെയും എല്ലാം അവിടെ ഇട്ട് കൊന്നായിരുന്നു. ഇനി അവിടെ സോംബീസും ക്രീപ്പേഴ്സും ഒന്നും ഇല്ല. അതുകൊണ്ട് പേടിക്കാതെ ഇറങ്ങിച്ചല്ല. ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അതിനെയൊക്കെ തട്ടിക്കളയും. അത് വേറെ കാര്യം. ഞാൻ ആരാ മോൻ? ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് കുഴി ഉണങ്ങാം. ചേട്ടാ ഈ ഗുണാക്കേവ് ഇപ്പം എന്തുവാന്ന് അതിനോട് ഒന്നും തരുന്നില്ല. എന്താടാ പാട്ടിന് ശാന്തത? ഇവിടെ ഗുണാക്കേവ് ഇപ്പോൾ ഒന്നും എനിക്ക് തരുന്നില്ലടാ. അയ്യോ എനിക്ക് പേടിയായി, ശബ്ദമൊക്കെ കേട്ടിട്ട് പേടിച്ചിട്ട് വയ്യ. നമ്മളെന്തിനു പേടിക്കണം? ഇനി അങ്ങോട്ട് കുഴിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് തോന്നുന്നത്. നമ്മളെ ഗുണാക്കേവിൽ നിന്നൊന്നും കിട്ടിയില്ല. നമ്മളെ ഗുണാക്കേവിൽ അയണൊന്നുമില്ല ഗൈസ്. എന്തോ ചെയ്യാനെന്ന് പറ. അപ്പോൾ ഗൈസ് ഇനി ഞാൻ ഇതേലത്തെ അല്ല, മൈൻക്രാഫ്റ്റ് ഒന്നും അല്ല, നമ്മളിനി ഇതിൽക്കും മേള ഇടുന്നതായിരിക്കും. ഗ്രാനി വിത്ത് കോമഡി ഒക്കെ. കോമഡിയൊക്കെ പറയാൻ പഠിക്കണം എനിക്കിനി. എന്തോടത്? ഞാൻ ചുമ്മാ പേടിച്ച്. ഓക്കെ, ഞാനുണ്ടാക്കി വെച്ച വഴി ഇതെന്തോ കോംപ്ലിക്കേറ്റഡ് വഴിയാണ്. എനിക്ക് പോലും അറിയത്തില്ല ഇപ്പോൾ അങ്ങനെ കയറിപ്പോകുന്നത്. ഞാനിതാണെങ്കിൽ മൈൻക്രാഫ്റ്റ് കളിക്കുന്നേരം ഇതൊക്കെ എന്തോ വിധത്തിൽ കൂടെ സിമ്പിളായിട്ട് കയറി വരരുതെന്നൊക്കെ പറഞ്ഞ് ഞാൻ ടാസ്ക്കായിട്ട് ഉണ്ടാക്കി വെച്ചത്. എനിക്ക് തന്നെ പണി കിട്ടുന്നത്. എടാ ഫുഡ് കുറവാടാ എനിക്ക്. ഒരു കാര്യം ചെയ്ത് നോക്കി, ഈ ഗുണാക്കേവ് ഇത് ഗുണാക്കേവല്ല, മുമ്പി. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളിപ്പോഴത്തെ ഇവിടുത്തെ കുഴിയില്ല, അതിനകത്തേക്ക് ചെന്നൊന്ന് മൈൻഡ് ചെയ്യാം ഗൈസ്. എൻ്റെ വീഡിയോയുടെ എബിലിറ്റി എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കത് അറിയാത്തതുകൊണ്ട് ഞാൻ എപ്പോൾ ഈ വീഡിയോ പോകുമെന്ന് അറിയത്തില്ല. ഇതുപോലെ തന്നെ വേറെ ഒരു വീഡിയോ എടുക്കാൻ നോക്കി ഞാൻ ചമ്മിപ്പോയായിരുന്നു. ഓക്കെ, നമുക്കപ്പോൾ ഈ ഗുണാക്കി ഇത് നമ്മളെ സുഗുണം കേവാണ്. നമ്മളെ സുഗുണം കേവ്. അയ്യോ എനിക്ക് പേടിയാവുന്നേ. മച്ചാനെ സോംബികളുടെ ഒരു ആറാട്ടത്തിലോട്ടാണ് ഞാൻ വന്നേക്കുന്നേ. പിച്ചാത്തിയിട് പറ്റത്തില്ല. ഇങ്ങനാണെങ്കിൽ എൻ്റെ ഷീൽഡിൻ്റെ പവർ തീരും. ഇറങ്ങിപ്പോടാ. കുഴപ്പമില്ല, എൻ്റെ ഉള്ള സാധനമൊന്നും പോയില്ല. അവിടെ എന്തോ കേവാടാ അത്. അതൊക്കെ അടച്ചു കളഞ്ഞേക്കാം. അതല്ലേ നമ്മൾ അറിയാതെ കാണാൻ വീണു പോയ ഗൈസ്, അത് മതി. തോണ്ട പനക്കുഴി. ഇത് കുഴിക്കകത്തിട്ട് അറിയാതെ പോലും വേറെ ആരും വരരുത്. നമുക്കത് മറച്ചു വെച്ചേക്കാം. എന്തോ ചെയ്യാനാന്ന് പറ. നമ്മളിപ്പോൾ എവിടെ കുഴിച്ചിട്ട് നമുക്ക് പണിയാണ് ഗൈസ്. എന്തോ ചെയ്യാനാന്ന് പറ മോനെ. ഞാൻ പിന്നെയും ചത്ത്. പക്ഷെ എൻ്റെ ഒന്നും പോയിട്ടില്ല. കാര്യം നമ്മൾ എന്തോ ഇതിട്ടിട്ടുണ്ട്. എന്തോ ഇത് ഇൻസ്റ്റൻ്റാ എന്തോ ആ സാധനം. എൻ്റെ പൊന്ന് പട്ടി, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് പേടിയായിട്ട് വയ്യ. ഹെഡ്സെറ്റ് വെക്കണ്ടായിരുന്നു പണ്ടാരോടങ്ങാനായിട്ട്. എൻ്റെ പൊന്ന് ഡോങ്കി, ഇങ്ങനെ പതുക്കെ നടന്നാൽ നീ എന്നങ്ങ് എത്തും?
പറഞ്ഞിട്ടെന്താ കാര്യം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഒരു അർത്ഥമില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ അർത്ഥമില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമ്മൾ എന്തായാലും ഹെൽമെറ്റ് ഉണ്ടാക്കിയിരിക്കും ഗൈസ്. അപ്പോൾ